Welcome to this video. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. Okay, this is known as Faraday's first law of electromagnetic induction. Faraday's first law പറയുന്നത് when a conductor cuts magnetic lines of force, an EMF is induced in it. ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. When a magnetic flux linked with a conductor changes, an EMF is induced in it. Okay, when a magnetic flux linked with a conductor changes, an EMF is induced in it. രണ്ടും സെയിം തന്നെയാണ്. Well, this is known as Faraday's first law. Okay, when a magnetic flux linked with a conductor changes, an EMF is induced in it. ഒരു കണ്ടക്ടറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ദിസ് EMF is known as induced EMF. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFനെ വിളിക്കുന്ന പേര് ഇൻഡ്യൂസ്ഡ് EMF എന്നും. That phenomenon is known as electromagnetic induction. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFനെ വിളിക്കുന്ന പേര് ഇൻഡ്യൂസ്ഡ് EMF എന്നും. ദാറ്റ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. Now we can say that Faraday's first law states that when magnetic flux linked with a conductor changes, an EMF is induced in it. ഒരു കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ. ദാറ്റ് EMF ഈസ് നോൺ ആസ് ഇൻഡ്യൂസ്ഡ് EMF. ആ EMFനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാവും. ആ EMF സർക്യൂട്ടിലൊരു കറണ്ട് ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യും. ദാറ്റ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാവുകയും ആ EMF ഒരു കറണ്ടിന് കാരണമാവുകയും ചെയ്യും. ദാറ്റ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ലോ നോക്കാം. ഓക്കെ, അപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത് ഓക്കെ ഇൻഡ്യൂസ്ഡ് EMFനെ പറ്റിയാണെങ്കിൽ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഫാരഡേയുടെ ഫസ്റ്റ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇൻഡ്യൂസ്ഡ് EMFനെ പറ്റിയാണെങ്കിൽ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ആ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട EMFന്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റിയാണ്. ഇപ്പോൾ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, അതായത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF, ആ EMFന്റെ സിമ്പല് E, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് directly proportional to rate of change of magnetic flux. Okay, നമുക്കിവിടെ നോക്കാം. ഇവിടെ phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ആണ്. ഫ്ലക്സിന്റെ സിമ്പിൾ ആണ് phi. d phi എന്ന് പറഞ്ഞാൽ phi ഫ്ലക്സ് ആണെങ്കിൽ d phi എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ്.
ഓക്കെ. അപ്പോൾ d∅dt എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് d∅dt? d∅dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഇപ്പോൾ d∅dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. എന്താ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്? ഇത്ര സമയത്തിനുള്ളിൽ ഫ്ലക്സ് ഇത്രമാത്രം ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഫ്ലക്സ് എത്രമാത്രം ചേഞ്ച് ചെയ്യുന്നു, അതിനെ സൂചിപ്പിക്കാനാണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്ലക്സിന്റെ സിമ്പല് ഫൈ. ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d∅. ഓക്കെ, ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d∅. അപ്പോൾ സമയത്തിനനുസരിച്ചുള്ള ഈ ഫ്ലക്സിന്റെ ചേഞ്ചിനെ നമുക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ d∅dt സൂചിപ്പിക്കും. ഇത്ര സമയം കൊണ്ട് ഇത്ര ഫ്ലക്സ് ചേഞ്ച് ചെയ്തു. ഓക്കെ, അത് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ d∅dt ഉപയോഗിക്കുന്നു. അപ്പോൾ d∅dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഇത്ര സമയം കൊണ്ട് ഇത്ര ഫ്ലക്സ് ചേഞ്ച് ചെയ്തു. അപ്പോൾ സമയത്തിനനുസരിച്ചുള്ള ഫ്ലക്സിന്റെ ചേഞ്ചിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ d∅dt ഉപയോഗിക്കുന്നു. d∅dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. അപ്പോൾ സെക്കൻഡ് ലോ പറയുന്നത്, ഫാരഡേയുടെ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്, the magnitude of induced EMF is proportional to rate of change of flux. അതായത് d∅dt. ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ്, d∅ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ്. ഫ്ലക്സ് എത്രമാത്രം ചേഞ്ച് ചെയ്യുന്നു, അതാണ് d∅. d∅dt എന്ന് പറഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് എത്രമാത്രം ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലോ പറയുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് പ്രൊപ്പോർഷണൽ ടു d∅dt. ഓക്കെ, അതായത് ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഞാൻ ഈക്വൽ ടു സൈൻ കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് എഴുതാം. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു സൈൻ കൊടുക്കുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റ് ആണ് n. അപ്പോൾ E is equal to n into d∅dt. അതാണ് ഈ എഴുതിയേക്കുന്നത്. E is equal to n into d∅dt. What is this n? n means number of turns in the coil. നമ്മൾ ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് n എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി കോയിൽ. നമ്മൾ ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത കോയിലിനകത്തുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് n എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E is equal to n into d∅dt. ഓക്കെ, so this second law state that the magnitude of induced EMF is equal to rate of change of magnetic flux. Okay, അപ്പോൾ ഫസ്റ്റ് ലോ ഇൻഡ്യൂസ്ഡ് EMFനെ പറ്റി പറയുന്നു. സെക്കൻഡ് ലോ പറയുന്നത് ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റിയാണ്. എത്രമാത്രം ഇൻഡ്യൂസ്ഡ് EMF അവിടെ ഉണ്ടായി. അപ്പോൾ അവിടെ ഉണ്ടായ ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E is equal to n into d∅dt. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലോ പറയുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, യഥാർത്ഥ ഇക്വേഷനകത്ത് ഒരു മൈനസ് സൈൻ ഒക്കെ വരും. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അത്രയൊന്നും ഡീപ്പായിട്ട് നിങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. അതൊക്കെ കോളേജിൽ പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയും മതി നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ n into d∅dt. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, ആ കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ്. d∅dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. അപ്പോൾ ഈ രണ്ട് ലോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോ പറയുന്നത്, ഫാരഡേസ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് when magnetic flux linked with a conductor changes, an EMF is induced in it. Second law പറയുന്നത് the magnitude of that induced EMF is equal to rate of change of magnetic flux. അപ്പോൾ ഫസ്റ്റ് ലോ പറയുന്നത് ഒരു കണ്ടക്ടറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാവും. സെക്കൻഡ് ലോ പറയുന്നത് ആ ഉണ്ടായ EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും.
അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു N ഇൻറ്റു d∅dt. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോയിൽസ്, d∅dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മള് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നിർത്താൻ പോവുകയാണ്. അതിനു മുമ്പ് എനിക്ക് കാര്യം പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ 2 വീഡിയോയും കണ്ടിട്ട് ആ ക്ലാസ് കമന്റ്സിനകത്ത് അറ്റൻഡൻസ് മസ്റ്റായിട്ട് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് മിസ്സായി പോവും. അതേപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25-ാം തീയതി ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ട്. ടെസ്റ്റ് പേപ്പറിന്റെ സമയം 8:30 തൊട്ട് 9 വരെയും. അതിനു മുമ്പ് 15 മിനിറ്റിന് മുമ്പ് 8:15 ഞാനൊരു ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ നാളെ അയച്ചു തരും. കറക്റ്റ് 8:15 തന്നെ ജോയിൻ ചെയ്യണം. ഇതുവരെ പഠിപ്പിച്ച പോർഷനെ പറ്റി എനിക്ക് നിങ്ങളുടെ എവിടം വരെയൊക്കെ ആയെന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. ഏത് പോർഷനാണ് ഇനി എടുക്കാനുള്ളതെന്നും ആ 3ാമത്തെ മോഡ്യൂളിൽ ഏത് പോർഷനാണ് എടുക്കാനുള്ളതെന്നും വേണ്ടിയാണ് ആ മീറ്റ്. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യും. അരമണിക്കൂറാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ല, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. 4-5 ക്വസ്റ്റ്യൻ കാണും. ചാപ്റ്റർ 1ഉം 2ഉം ആണ്. നന്നായി പഠിച്ചിട്ട് പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതുമ്പോൾ റോൾ നമ്പരും പേരും എഴുതുക. എന്നിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം 9 മണിക്ക് പരീക്ഷ തീരും. 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആ പേപ്പറിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരുക. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ നിങ്ങളെ പറ്റി ഒരു അസസ്മെന്റും എനിക്ക് കിട്ടത്തില്ല. അതിനുവേണ്ടിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.